നമ്മുടെ വയനാട്ടിൽ ദുരന്തത്തിൽ നമ്മുടെ സൈനികർക്കുള്ള പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യമായിട്ട്. കാരണം അപകടം നടന്നു നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ എത്രയും ഫാസ്റ്റിൽ അവിടെ എത്തുകയും രക്ഷാപ്രവർത്തകരൊപ്പം നമ്മുടെ നാട്ടുകാരോടൊപ്പം കൂടി നടത്തുകയും ചെയ്ത ഇന്ത്യൻ ആർമിക്ക് പ്രത്യേക നന്ദിയുണ്ട്. അത് മാത്രമല്ല, രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി ദുഷ്കരമാണെന്ന് അറിഞ്ഞപ്പോൾ, വണ്ടിയൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് രാപ്പകലില്ലാതെ ഏറ്റവും അവരുടെ ജീവൻ പോലും നോക്കാതെ ഏറ്റവും ഫാസ്റ്റിൽ നമ്മുടെ വേൽപ്പാലം പണി കഴിപ്പിക്കുകയുണ്ടായി. അപ്പം ഇന്നലെ മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പൂർത്തിയായിട്ട് ഇന്നലെ ഉച്ചയോടെ പാലത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മലയാളി എന്നുള്ള ഒരു നിലക്ക് അഭിമാനമാണ്. അതുപോലെ തന്നെ അവരോടുള്ള നന്ദിയും കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ബിഗ് സല്യൂട്ട്. കാരണം എന്നെപ്പോലത്തെ ഒരാൾക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാനും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം എനിക്ക് പറയണം തോന്നി നന്ദി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. നല്ലത് കണ്ടാൽ നമ്മൾ പ്രതികരിക്കണമല്ല. എനിക്കിപ്പം പ്രതികരിക്കാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ബിഗ് സല്യൂട്ട് സാർ, ഒരിക്കലും മറക്കില്ല നമ്മൾ മലയാളികൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ദുരിതാശ്വാസ നിധിയിലേക്കും കാശ് അതുപോലെ തന്നെ സാധനങ്ങളായി പലരും എത്തുന്നുണ്ട്. പ്രമുഖർ, സിനിമാ നടന്മാർ അല്ലെങ്കിൽ സാധാരണക്കാരടക്കം അതിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒരു ചെറിയ കുട്ടിയുടെ ഭണ്ഡാരം പൊളിച്ച് ആ പൈസ വരെ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം കേൾക്കുമ്പം മലയാളി എന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചതിൽ അഭിമാനമുണ്ട്. കാരണം ചെറിയ കുട്ടി വരെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു മഹത്വം തന്നെയാണത്. എന്തായാലും എനിക്ക് ഇങ്ങനെ പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടിട്ട് പ്രതികരിച്ചിട്ട് നമ്മളെന്ത് മലയാളി എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്ത്യൻ ആർമി ബിഗ് സല്യൂട്ട്. അതുപോലെ ചെറിയ മോനടക്കം ബിഗ് സല്യൂട്ട്.